ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിംഗ്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ വന്നതായിട്ട് എനിക്ക് കാണുന്നു. അതായത് ആ ഒരു വ്യക്തി പഴയ രീതികളിലൊക്കെ മാറ്റം വരുത്തി ഒരു പുതിയ വ്യക്തിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു സമയം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു വ്യക്തിക്ക്, ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് ഈ ഒരു വ്യക്തിക്ക് വന്നതെന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി പാസ്റ്റിലെ വേദനകളെല്ലാം ഈ ഒരു സമയം ഹീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് പാസ്റ്റിൽ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പം അതൊക്കെ ഹീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പ്രോബ്ലംസുകളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. ആ ഒരു വ്യക്തി ഒരുപാട് തളർത്തിയ സിറ്റുവേഷനായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ഹീൽ ചെയ്യുകയാണ് പാസ്റ്റിന്റെ മുറിവുകളെല്ലാം. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു വ്യക്തിയുടെ ഇന്നർ പവർ കൂടിയതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം പാസ്റ്റിൽ നേരിട്ട ലെസൺസ് എല്ലാം തന്നെ ആ ഒരു വ്യക്തിയെ പുതിയൊരാളാക്കി മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യത്തെയും വളരെ ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു കരുത്ത് ഇപ്പൊ ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നാണ് എനിക്ക് കാണുന്നത്. ഇനി അവരുടെ മുന്നിൽ എന്ത് സിറ്റുവേഷൻ വന്നുകൊള്ളട്ടെ, അവർ ആ ഒരു സിറ്റുവേഷനിലൊന്നും തളർന്നു പോവുകയില്ല. അത്രയും ഇന്നർ പവർ ആ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താന്ന് നോക്കട്ടെ. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളോട് ഒരുപാട് പ്രണയം തോന്നുകയാണ് ഈ ഒരു വ്യക്തിക്ക്. ഇവിടെ ദി ലവേഴ്സ് ആൻഡ് 2 ഓഫ് കപ്സ് കിട്ടിയതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് ഓർ ട്വിൻ ഫ്ലെയിം ആവാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. ഏതായാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അത്രയും ഇന്റൻസ് ആയിട്ടുള്ള പ്രണയം തോന്നുകയാണ്. നിങ്ങളുടെ പ്രസൻസ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അവരുടെ തെറ്റുകളെല്ലാം തന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തേക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം ആ ഒരു പേഴ്സൺ ഒരു യൂണിവേഴ്സിന്റെ ഹെൽപ്പ് തേടുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായ എല്ലാ പ്രോബ്ലംസും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു സമയം. അതാണ് അവരുടെ കറണ്ട് എനർജിയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ മൂൺ കാർഡ് കിട്ടിയത്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം. അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി അവൈലബിൾ ആകുമോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തിരിച്ചു വന്നാൽ നിങ്ങൾ ഇനി സ്വീകരിക്കുമോ എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് ആയിരിക്കാം ഈ ഒരു പേഴ്സണ്. നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളോട് ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള പ്രണയം തോന്നുകയാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ.
ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് സ്ട്രെസ്സും ഡിപ്രഷനും ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങളെ പറ്റിയുള്ള ഓർമ്മകളാണ് ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ളത്. ഒരുപാട് കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രെസ്സാണ് ഈ ഒരു സമയം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇമോഷണൽ ബർഡൻസ് ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നു. അതായത് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഇമോഷണൽ ബർഡൻസ് ആണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക്. അതായത് നിങ്ങളുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി റിന്യൂ ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രതീക്ഷയാണുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു വ്യക്തി ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത്. നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി ചിന്തിച്ചു കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് ഒരു പുതിയ ബിഗിനിങ് തുടങ്ങുന്നതിനെ കുറിച്ചിട്ടാണ്. എവിടെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചത് അതെല്ലാം അവിടെ വിട്ടിട്ട് നിങ്ങളുമായിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ടാണ് ഈ ഒരു വ്യക്തി ഇറങ്ങി തിരിച്ചേക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിനെല്ലാം, അതായത് ഇപ്പോൾ ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിനെല്ലാം ഒരു മാറ്റം കൊണ്ടുവന്ന് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അതും സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്, അത് നൽകാനായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ്, ഒരു സ്റ്റെബിലിറ്റി, അല്ലെ ഒരു ഹാപ്പി ഫാമിലി ലൈഫ്, അതാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി തരാനായിട്ട് പോകുന്നത്. നിങ്ങളെ വളരെയധികം വാല്യുബിൾ ആയിട്ട് കാണുകയാണ് ഈ ഒരു സമയം. എന്തായാലും നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സിൽ അത്രയും പ്രണയം നിങ്ങളോട് തോന്നുകയാണ്. ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങളോട് അത്രയും പ്രണയമാണ് ഈ ഒരു വ്യക്തിക്ക്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. ഈ ഒരു വ്യക്തി പുതിയൊരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ട്രാൻസ്ഫർമേഷനാണ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായേക്കുന്നത്. പഴയ രീതികളിലൊക്കെ മാറ്റം വരുത്തി പുതിയ ഒരാളായിട്ട് മാറുകയാണ് നിങ്ങളുടെ വ്യക്തി. ഇനിയും നിങ്ങളുടെ എനർജിയും കൂടെ ഞാനൊന്ന് ചെക്ക് ചെയ്യുവാണ്. എന്താണ് നിങ്ങളുടെ എനർജി? ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി എനിക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, നിങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അതായത് ഞാൻ ജീവിതത്തിൽ തോറ്റുപോയല്ലോ, എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ലല്ലോ നടന്നത്, അല്ലെ ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ലല്ലോ മുന്നോട്ട് പോയത്. നിങ്ങൾ ഒരു ഭൂലോക പരാജയം എന്നുള്ള രീതിയിലായിരിക്കാം ചിന്തിക്കുന്നത് ഈ ഒരു സമയം. അതായത് ഒരുപാട് സ്ട്രെസ്സാണ് ഈ ഒരു സമയം നിങ്ങൾ അനുഭവിക്കുന്നത്. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ. ഇനി നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്താലോ എന്ന് വരെ നിങ്ങൾ വിചാരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ലൈഫിൽ തോറ്റുപോയി എന്നുള്ളൊരു ചിന്ത, അത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി നിൽക്കണ്ട, മൂവ് ഓൺ ചെയ്താലോ എന്നുള്ളത് ചിന്തിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ്? എന്താണ് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണും സെയിം എനർജി. രണ്ടുപേരും ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നു. ആ പേഴ്സൺ ചിന്തിച്ചു കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആ ഒരു പേഴ്സൺ നിങ്ങളെ നഷ്ടമാകുമോ എന്നുള്ള ഭയമാണ്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു പുതിയ ബിഗിനിങ് തുടങ്ങുന്നതിനെ പറ്റിയിട്ടാണ്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോയി, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കാം നിങ്ങൾക്കുള്ളത്. അല്ലെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടിയില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഇമോഷണൽ ബർഡൻസ് അനുഭവിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് ആണ് നോക്കുന്നത്. നിങ്ങൾ കരുതുന്നത് ഈ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആകൂ എന്നുള്ളത് നിങ്ങൾ ഈ ഒരു സമയം വിചാരിക്കുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻ, എന്ത് സന്തോഷങ്ങൾ കൂടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി എന്നുള്ള ഒരു ആള് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആകൂ, അല്ലെ അതിനൊരു പൂർണ്ണത ഉണ്ടാകൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളുടെ പേഴ്സന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു കോൾ ആയിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം, എന്തേലും നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഇപ്പോൾ ആ സ്നേഹം കൊടുക്കുന്നതിനെല്ലാം നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ബൗണ്ടറീസിനുള്ളിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ കൂടിയതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരിക്കാം. നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ കൂടിയതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വളരെയധികം മിസ് ചെയ്യുന്നതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കാലമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് നിങ്ങൾ. ആ ഒരു പേഴ്സന്റെ ഓർമ്മകളായിരിക്കാം നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. നിങ്ങൾ ആ ഒരു പേഴ്സണെയും പ്രതീക്ഷിച്ച് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടും സാധിക്കുന്നില്ല. ഇനി നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തകളും കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്താലോ എന്ന് വരെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ ആ ഒരു പേഴ്സന്റെ ഒരു ഇമോഷണൽ സപ്പോർട്ട് ആയിരിക്കാം ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച വ്യക്തി ആയിരിക്കാം ആ ഒരു പേഴ്സൺ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഒരുപാട് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആണെന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് കരയുന്ന ഒരു സ്വഭാവമായിരിക്കാം എന്തെങ്കിലും കാര്യമുണ്ടായാൽ. അതുപോലെ തന്നെ പെട്ടെന്ന് സന്തോഷിക്കുന്ന സ്വഭാവമായിരിക്കാം. വളരെയധികം സെൻസിറ്റീവ് ആണ് നിങ്ങൾ. നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തിരികെ വരും, ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് എനിക്ക് നൽകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? നീയുമായിട്ട് എൻ്റെ ലൈഫിന്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ടാണ് ഇനിയും ഞാൻ വരാനായിട്ട് പോകുന്നത് നിന്റെ അരികിലേക്ക്. എത്രയും പെട്ടെന്ന് നിന്റെ അരികിലേക്ക് വരാനായിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, എൻ്റെ ചുറ്റും ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടെങ്കിലും നീ എന്നുള്ള ഒരു വ്യക്തി ഇല്ലാത്തത് എനിക്ക് ഒരുപാട് സങ്കടമാണ് ഉണ്ടാക്കുന്നത്. നീ തന്നെയായിരുന്നു എൻ്റെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. നിന്നോട് ഒരുപാട് സ്നേഹം തോന്നുകയാണ്. എൻ്റെ സ്നേഹം നൽകാനും നിന്റെ സ്നേഹം സ്വീകരിക്കാനും ഇപ്പോൾ ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കാനുള്ളത്? യൂണിവേഴ്സ്
യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പേഴ്സന്റെയും നിങ്ങളുടെയും ലൈഫിൽ, നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അത് നമുക്ക് ഡെത്ത് കാർഡാണ് കിട്ടിയത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി റിന്യൂ ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് എല്ലാം എൻഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പ്രോബ്ലംസ് എല്ലാം എൻഡായി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ് വരാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പഴയ രീതികളിലൊക്കെ നിങ്ങൾ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഇന്നർ പവർ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കാരണം ഇനി ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് ഉണ്ടായാലും നിങ്ങൾക്ക് അതിനെയൊക്കെ തരണം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇന്നർ പവർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം വളരെയധികം സ്ട്രോങ് ആകുക. സ്ട്രോങ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് നിങ്ങളുടെ പഴയ രീതികളിലൊക്കെ മാറ്റം വരുത്തുക. നിങ്ങൾക്ക് നേരത്തെ ഈഗോ ഉണ്ടെങ്കിൽ ആ ഈഗോ മാറ്റി വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി വെക്കുക. നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് വരാനായിട്ട് പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സമയം നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആകുക. ഒരു കാർഡ് കൂടെ നോക്കട്ടെ ഞാൻ. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പൂർത്തിയാകുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നോക്കട്ടെ. 3 weeks, വൃശ്ചികം നക്ഷത്രം, ട്യൂസ്ഡേ 1992, എടവം മന്ത് നമ്പർ 13, അവിട്ടം നക്ഷത്രം, സാറ്റർഡേ, ക്രേസ് ഓൺ വെഹിക്കിൾസ്, within 72 hours, medical field, colored hair, today, letter F, 1994, 1999, Friday, എറണാകുളം, ആലപ്പുഴ, you can trust, grey color, black color, 44, 37, letter S, music, emotional, Wednesday, nature, letter Z, അശ്വതി നക്ഷത്രം, letter W, number 50, photography, number 40, September, letter N, number 22, charity, തുലാം മന്ത്, കൊല്ലം ഡിസ്ട്രിക്ട്, number 10, കാസർഗോഡ്, number 14, അത്തം നക്ഷത്രം, സെൻസിറ്റീവ്. അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ സെൻസിറ്റീവ് ആണെന്ന്. ഫുട്ബോൾ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയം ജീവിതത്തിൽ തോറ്റുപോയല്ലോ എന്നുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് പുറത്തു വരാനായിട്ട് ശ്രമിക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് ഒരു അബണ്ടൻസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ല, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.